ഹലോ ഫ്രണ്ട്സ്, മഴ തോറും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവേട്ടൻ വക്കീലിനെ പോയി കാണുക കേട്ടോ, ഹരിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഇത്തവണ എന്തായാലും ജാമ്യം എടുക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം വക്കീലെ നിങ്ങളിങ്ങനെ പറയുന്നോ? പക്ഷേ ഇത്തവണയെങ്കിലും നിങ്ങളത് ചെയ്യണം. ഞാൻ പരിശ്രമിക്കാത്തതുകൊണ്ടല്ലല്ലോ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പോക്സോ കേസ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കി തരാൻ എങ്ങനെയെങ്കിലും അയാളോട് പറയണം. ആ നോക്കട്ടെ, പറയാം. ഇപ്പം നിങ്ങൾ തമ്മിൽ ഇത്രയൊന്നും കുഴപ്പമില്ലല്ലോ, നേരിട്ട് കണ്ട് സംസാരിച്ചതല്ലേ. സംസാരിച്ചു, അയാൾ ഒരു അച്ഛനല്ലേ, എൻ്റെ വികാരങ്ങൾ അയാൾക്കും മനസ്സിലാവും. ഒരിക്കൽ കൂടെ പോയി കണ്ട് സംസാരിച്ച് വേണ്ട പോലെ കാണാം. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഉറപ്പായിട്ട് ഞാൻ ജാമ്യം മേടിച്ചു തരാം. പിന്നെ നമുക്കിനി ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല കേട്ടോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. നമ്മൾ തമ്മിൽ വേറെ എന്തെങ്കിലും ഡീലിങ്സ് നടത്തുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് അവർ പിരിയാണ് കേട്ടോ. ആ സമയത്ത് ഗംഗാധരൻ കടപ്പാട്ട് വീട്ടിലേക്ക് കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കടപ്പാട്ടല്ല കേട്ടോ. അപ്പോൾ കൊല്ലപ്പള്ളിയിൽ നമ്മുടെ മനു നേരത്തെ അറിഞ്ഞല്ലോ വരുവാണെന്ന്. കാറ് വരുമ്പോൾ തന്നെ വെല്ലിച്ചാന്ന് വിളിക്കുകയാണ്. പുറത്തിറങ്ങിയ നമ്മുടെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെ മനു, നിനക്കെങ്ങനെ മനസ്സിലായടാ ഞാനാ വന്നേന്ന്? വെല്ലിച്ച നേരത്തെ വിളിച്ച് പറഞ്ഞില്ലേ 1 മണിക്കൂറിനകം ഇവിടെ എത്തുമെന്ന്. അപ്പോഴേ ഞാൻ കരുതി ഇത് വെല്ലിച്ചൻ തന്നെയാണെന്ന്. നിൻ്റെ അച്ഛനെങ്കിൽ എത്തിയില്ലേ? ഇല്ല, വക്കീലിനെ കാണാൻ പോയതല്ലേ ഹരിയുടെ കാര്യത്തിലേ. ഓ അത് ശരി. പിന്നെ വേറെന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? കൊള്ളാം, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതൽ പറയാനുണ്ടോ നിങ്ങളെ? ഞാൻ പറഞ്ഞല്ലോ, വല്ലിച്ചൻ അറിഞ്ഞില്ലേ ഇപ്പോൾ വൈജയന്തി അറിഞ്ഞ കാര്യം, സത്യമൊക്കെ അലീന ബാലചന്ദ്രനങ്ങളുടെ മകളല്ല എന്നുള്ള കാര്യം. പൊട്ടിത്തെറിയൊക്കെ നടന്നോടാ ഇവിടെ? കൊള്ളാം, എന്നെ അച്ഛനെയും ഇരുത്തി പൊരിച്ചു. കാരണം അമ്മയുണ്ടല്ലോ, രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. എന്നിട്ട് പറയാം നമ്മളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് മറച്ചു വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇനി പറയാനൊന്നുമില്ല. അങ്ങനെയാണല്ലേ? വെല്ലിച്ചൻ വന്നത് എന്താ പെട്ടെന്ന് തന്നെ? എടാ വേറൊന്നുമല്ല, ചില കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാണ്ട്, അതുകൊണ്ടാണ്. എല്ലാവരും അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അകത്ത് കയറിയിരിക്കാം. അങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. കാലയും രഞ്ജിതയൊക്കെ വരുവാണ് കേട്ടോ. രഞ്ജിത ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. മോളെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്നിരുന്നിട്ട് വൈജയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, വൈജയ് എന്തിയേ? മനു പറയാണ്, അകത്തെന്തോ ഒഫീഷ്യലായിട്ട് കോള് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞുടനെ ഇങ്ങോട്ട് വരും. ശരി, ഞാൻ എന്തായാലും വെളിച്ചം വന്നത് അറിഞ്ഞിട്ടുണ്ട്. ശരി എന്നും പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വൈജ പതിയെ അങ്ങോട്ട് വന്നിട്ട് രഞ്ജിതയോട് പറയാം, മോളെ എനിക്കും കൂടെ ഒരു കപ്പ് ചായ തരാമോ? അതിനെന്താ ആൻറ്റി, ഇപ്പം തന്നെ തരാം എന്നും പറഞ്ഞ് രഞ്ജിത ചായ എടുക്കാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ശിവേട്ടാ, സോറി ഗംഗേട്ടാ, എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇടി എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരാൻ എനിക്ക് അങ്ങനെ അനുവാദം ചോദിക്കണോ? സമയവും കാലവും നോക്കണോ? അതല്ല, സാധാരണ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ എടിപിടിന്ന് ഓടി പഠിച്ചിങ്ങനെ വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. നിനക്ക് സുഖമാണോ ഡി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ പരമസുഖമല്ലേ ഇവിടെ. അല്ല നീ ബാലചന്ദ്രനെയോ പിള്ളേരെയൊന്നും വിളിക്കാറില്ലേ? നീ എന്താ അവിടെ നിന്ന് പോകുന്നത് ഇങ്ങോട്ട്? ഞാൻ എന്തിനാ അവളെ വിളിക്കണം? എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഒന്നും എന്നോട് സ്നേഹമില്ലാതെ ജീവിക്കുമല്ലേ? അവരൊക്കെ ഇപ്പോൾ തോന്നിയവാസം പോലെ നടക്കുക. തോന്നിടത്ത് പോകുന്നു, തോന്നിടത്ത് വരുന്നു. ആരെടുത്ത് ചോദിക്കണം, ആരെടുത്ത് മിണ്ടണം? അവർക്ക് അവരെ അച്ഛനെ മതി. അച്ഛനാണെങ്കിൽ ഒരു വശത്ത്. അമ്മേ വേണ്ട. നിനക്കൊന്ന് അന്വേഷിച്ചുകൂടെ? അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ എന്തിനു വിളിക്കണം? എന്നെ ഇങ്ങോട്ട് അന്വേഷിക്കാനില്ലാത്തവർക്ക് ഞാനും അന്വേഷിക്കണം. അല്ലെങ്കിൽ തന്നെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല വിശേഷങ്ങളാണ് ഞാൻ അറിഞ്ഞത്. അവിടെ ഒരുത്തിയുണ്ടല്ലോ അലീന, അവളുടെ കണ്ടവളും ആരോടെ കൂടെ ചേർന്നിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അച്ഛൻ വേറൊരിടത്ത് കറങ്ങി നടക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് പരമസുഖമാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഗംഗാധരനുണ്ട്. അപ്പോൾ ഗംഗാധരൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, വൈജയ് നീ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം. ഇനി എന്ത് മനസ്സിലാക്കണം? ഗംഗേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ബാലചന്ദ്രൻ്റെ മകളല്ലാന്ന് അലീന. പിന്നെ എന്തിനായിരുന്നു ഈ മകളെന്നുള്ള പട്ടവും കൊടുത്ത് അവളെ തോളി തൂക്കിക്കൊണ്ട് നടന്നത്? വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ലേ അവൾക്ക്? ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുറ്റമുള്ളൂ. പറ, സത്യം പറ. ഗംഗേട്ടനും എല്ലാവരും അറിഞ്ഞില്ലേ? നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ശിവേട്ടനും മനുവിനും ഒക്കെ അറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെ മകളല്ല അവളെന്ന്. എന്നിട്ട് എല്ലാവരെയും കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു, നമ്മളെല്ലാം മണ്ടന്മാരാക്കിയിരിക്കുന്നു. അപ്പം തന്നെ പെട്ടെന്ന് മനു, നിനക്കറിയായിരുന്നോടാ എന്ന് വിളിച്ച് ചോദിക്കും. മനുവിന് ദേഷ്യം വരും കേട്ടോ. ആൻറ്റി ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കല്ലേ എന്നും പറയുമ്പോൾ, അല്ലെങ്കിലും മനു നീ ഒന്നും മിണ്ടാതിരുന്നടാ. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും അലീനയുടെ കാര്യങ്ങളും പറയുമ്പോൾ ഇവൻ കയറിയങ്ങ് ഇടപെടും. നീ ആരാടാ ചോദിക്കാൻ? നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ എൻ്റെ ഏട്ടനോടാണ് സംസാരിക്കണം എന്നും പറഞ്ഞു വൈജ. മനുവിന് ദേഷ്യം വന്നു. മനു പിണങ്ങി പോയി കേട്ടോ.
അപ്പോൾ ഇനി അവിടെ നിന്നാൽ ആകെ കുഴപ്പമാവുമെന്ന് നമ്മളെ ഗംഗാധരന് മനസ്സിലായി. കാരണം അടുത്തിനി സ്വന്തം മകളല്ല ബാലചന്ദ്രനെങ്കിൽ ബാക്കി കാര്യം പറയേണ്ടി വരില്ലേ പതിയെ. നിങ്ങൾ എന്ത് പണിയെ കാണിച്ചത്, അവനെ എന്തിനാണ് പിണക്കിയത്, ഞാൻ അവനെ പോയി ഒന്ന് പിണക്കൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് മനുവിൻ്റെ പറയെ ഓടി ചെല്ലാട്ടോ. അപ്പോൾ തന്നെ ഉടനെ കമലയും വൈജയും കൂടെ പറയും, കണ്ടോ കണ്ടോ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്, അല്ലാതെ വേറൊന്നും അല്ല. ഇപ്പോൾ നമുക്ക് മുഖം തരാൻ പറ്റുന്നില്ല, ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു കമലെടുത്തി, എന്നിട്ട് നമ്മളെ പൊട്ടാൻ കളിപ്പിച്ചതാണ്. അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അവർ സംസാരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഗംഗാധരൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അമ്മയെ കണ്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അമ്മ ചോദിക്കണുണ്ട്, നീ വന്നതൊക്കെ ഞാൻ സൗണ്ട് കേട്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. അപ്പോൾ എപ്പോഴായാലും നീ ഇങ്ങോട്ട് വരുമല്ലോ, പിന്നെ എന്താണ് പ്രത്യേകിച്ച് ഓടി വരാൻ കാര്യം? അമ്മേ, ചില കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് ഇവിടെ സുഖമാണോ? എന്താ സുഖം, ഇവിടെ കമല അവിടെ പട്ടാള ചിട്ടയല്ലേ, തോന്നുമ്പോൾ തരും, തോന്നുമ്പോൾ തിന്നണം, അവൾ പറയണ കേൾക്കണം. അമ്മേ, പട്ടാളത്തിലൊന്നും ഇങ്ങനെയൊന്നും അല്ല, കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടെന്നേ ഉള്ളൂ. ആ, അതൊക്കെ ശരിയാ, പക്ഷേ പിന്നെ ഒരു സമാധാനമുള്ള ശിവൻ, അവനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവളുടെ അടവൊന്നും നടക്കത്തില്ല. പോരാഞ്ഞിട്ട് പണ്ടത്തെ പോലെയല്ല, ശിവൻ ഇപ്പം കമലയെ നിലയ്ക്ക് നിർത്തുന്നുണ്ട്. ആണോ അമ്മേ, അങ്ങനെയൊക്കെ മാറിയോ? ആ, കമലയെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവൊക്കെ ഇപ്പനും അവനും വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ആ കാര്യത്തിൽ പേടിയില്ല. നീ എന്താ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുമ്പോഴാണ്, അമ്മേ ഒരു കാര്യമുണ്ട്, ബാലചന്ദ്രൻ എന്നെ കാണാനായിട്ട് നീലഗിരിയിൽ വന്നിരുന്നു. അവിടെയോ? എന്തിന്? വീട്ടിലല്ല വന്നത്, അവിടെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു. നീ എന്തിനാണ് അങ്ങോട്ടൊക്കെ പോയത്? പിന്നെ പോകണ്ടേ അമ്മേ, നമ്മളിപ്പോൾ എന്തായാലും അവന് താന്ന് നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ആകെ പ്രശ്നം ഉണ്ടാക്കും. അവൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. എന്ത് സത്യം? അവൻ എന്തിനാ വന്നെന്നറിയോ? സ്റ്റാൻലി ജോസഫ് എവിടെയുണ്ടെന്നറിയാൻ. സ്റ്റാൻലി ജോസഫ്? അതെ, വൈജയുടെ മുൻ കാമുകൻ. അറിയില്ലേ അമ്മയ്ക്ക്? ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. അതെന്തിനാ? അതെന്തിനാന്നോ? എന്തായാലും അലീന അവിടെ നിന്ന് പോവുമല്ലേ, സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് അവളെ ഏൽപ്പിച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത്. അമ്മയെ നോക്കുന്നില്ല, അച്ഛൻ്റെ അടുത്തേക്കെങ്കിലും എത്തട്ടെ എന്നാണ് പറയുന്നത്. അതൊക്കെ ശരിയാവൂടാ, ഇതിപ്പോൾ ആകെ പ്രശ്നമാവില്ലേ? പ്രശ്നമാവും അമ്മേ. ഇതിപ്പോൾ വരാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ അടങ്ങിയിരിക്കുമെന്നാണോ വിചാരം? അയാൾ എന്തായാലും സ്വന്തം കൊച്ചവിടെയുണ്ട് ഇത്രയും നാൾ മറച്ചു വെച്ചതിൻ്റെ പേരും പറഞ്ഞ് അന്വേഷണത്തിന് വരില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ ബാലചന്ദ്രൻ എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഈ വൈജയെ എന്തായാലും വൈജ പതിയെ പതിയെ കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മളെല്ലാവരും കുഴപ്പത്തിലാവും. എനിക്ക് വയ്യ, എന്താ ചെയ്യുക ഇനിയിപ്പം? ഒന്നും ചെയ്യാനില്ല, ഒറ്റ വഴിയേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. വയ്യ തിരിച്ച് പോവുക കടപ്പാട്ടേക്ക്, ബാലചന്ദ്രനോട് മക്കളോട് സ്നേഹത്തോടുകൂടി കഴിയുക. അയ്യോ, അതൊരിക്കലും നടക്കില്ല, അവളുടെ അഹങ്കാരം കാരണം നടക്കൂല. പിന്നെ അവിടുന്ന് അലീന പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ ചെല്ലും. പക്ഷേ അലീന അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും അവൾ പോവില്ലടാ. അവൾ വാശിയില്ല, അവളെ നമുക്കൊന്നും തിരുത്താൻ കഴിയില്ല. അവളുടെ വാശി തന്നെ അവളെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, അനുഭവിക്കട്ടെ, അല്ലാതെ എനിക്ക് എന്ത് പറയാൻ എന്നും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാട്ടോ. അന്നേരം ശിവൻ വന്നിട്ടുണ്ട്. ശിവേട്ടനെ ചെന്ന് കാണുവാണ് കേട്ടോ നമ്മളെ ഗംഗാധരൻ. ആ സമയത്ത് ശിവനോടും കാര്യങ്ങൾ വ്യക്തമായിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ശിവ പ്രശ്നങ്ങൾ, നമ്മൾ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാശത്തിലേക്കാണ് പോകുന്നത്. അവൻ ഇന്നോ നാളെയോ ഉറപ്പായിട്ടും സ്റ്റാൻലി ജോസഫിനെ കാണും. കണ്ടു കഴിഞ്ഞാൽ അയാളും അടങ്ങിയിരിക്കില്ല. ഇത്രയും കാലം ഇങ്ങനൊരു കൊച്ചുണ്ടായിരുന്നു എന്നും അതിനെ മറച്ചു വെച്ചെന്നും ഒക്കെ ആയിട്ട് അയാൾ അടങ്ങിയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ വൈജയെ തേടി വരില്ലേ, കുഞ്ഞിൻ്റെ അമ്മ എവിടെയെന്നും പറഞ്ഞുകൊണ്ട്. അതിലും വലിയ പ്രശ്നമാവില്ലേ? വൈജയെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുങ്ങും. നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവളെ ചതിച്ചു നമ്മൾ പറയില്ലേ? നമ്മൾ ആപത്തിലേക്കാണ് പോണത്. അതിന് മുമ്പ് ഒരൊറ്റ വഴിയുള്ളൂ, എങ്ങനെയെങ്കിലും ഇവളെ നമുക്ക് അവിടെ എത്തിക്കണം. വൈജയെ എത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശിവാൻ എന്ന് പറയാട്ടോ. ഞങ്ങേട്ടാ, അതെങ്ങനെ സാധിക്കും? അലീന പോകണം, എന്നാലേ ഇവളവിടെ ചെല്ലുള്ളൂ. അതും കൂടെ സംസാരിക്കണം ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യാം എന്നിങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.